അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മളിതാ കടന്നിരിക്കുന്നു. ഈ ഒരു ദുൽഹിജ്ജ മാസത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അധികരിപ്പിക്കേണ്ടത് നമ്മൾ നാവുകൊണ്ട് പറയുന്ന അദ്കാറുകളാണ്, സ്വലവാത്തുകളാണ്. ഒരുപാട് സ്വലാത്തുകളും ഒരുപാട് ദിക്റുകളും കൊണ്ട് നമ്മുടെ ശാരീരികമായ, മാനസികമായ, ആത്മീയമായ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നേടാൻ സാധിക്കുന്നതാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബിമാർ ചോദിച്ചു, നബിയെ, ഈ ദുൽഹിജ്ജ മാസമൊക്കെ കടന്നു വരുമ്പോൾ ഫമാ നഖൂലു ഫീഹാ യാ റസൂലല്ലാഹ്, നബിയെ ഈ മാസത്തിൽ ഞങ്ങൾ എന്താണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത്? ഖാല, നബി തങ്ങൾ പറഞ്ഞു, അക്സറു തക്ബീറ വത്തസ്ബീഹ വത്തഹ്ലീല വത്തഹ്മീദ് ഔ കമാ ഖാല റസൂലുള്ളാഹ്. നബി തങ്ങൾ പറഞ്ഞത് തക്ബീർ പറയണം, തസ്ബീഹ് പറയണം, തഹ്മീദ് പറയണം, തഹ്ലീൽ പറയണം. ഈ നാല് കാര്യങ്ങളും ഒന്നിച്ചു വന്നിട്ടുള്ള ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ആദ്യമായി പറയാൻ പോകുന്നത്. ഈ ഒരു ദിക്ർ നമ്മുടെ മനസ്സിൽ തട്ടി നമ്മൾ പറഞ്ഞാൽ നമുക്ക് വലിയ പ്രതിഫലമാണ്. നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു നൽകാനും നമ്മുടെ ആഫിയത്തുള്ള ദീർഘായുസ് കിട്ടാനും മനസ്സിലെ ഹലാലായ മുറാദുകൾ ഹാസിലാകാനും ഈ ഒരു ദിക്ർ നമുക്ക് മതിയായതാണ്. നല്ല നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചൊല്ലാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ ദിക്ർ ഞങ്ങൾക്ക് പരിചയമുള്ള ദിക്റാണല്ലോ ഉസ്താദേ, ഇതാണോ വെറൈറ്റി ദിക്റില്ലേ എന്നൊന്നും ആരും ചോദിക്കേണ്ട. ഇത് തന്നെ വെറൈറ്റിയാണ്. ഇത് അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും വെറൈറ്റി ആയ ദിക്റാണ് ഇനി പറയാൻ